ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസാക്കിനെ യാഗം അർപ്പിച്ചു. ഇസാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. എബ്രായ ലേഖനം 11 അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങൾ. ഇവിടെ നാം അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നല്ലോ. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് നമുക്കറിയാം. വിശ്വാസം എന്നതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അങ്ങനെ അബ്രഹാമിന്റെ ജീവിതത്തിൽ വിശ്വാസം, അബ്രഹാം പൂർണ്ണമായിട്ട് ദൈവത്തിൽ വിശ്വസിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നുള്ളതാണ്. 15 അധ്യായത്തിൽ അതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15 അവൻ യഹോവയിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, ആ വിശ്വാസത്തിൻ്റെ വീരനായ ദൈവം അവനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാവുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അബ്രഹാമിനോട് പറഞ്ഞു. അങ്ങനെ അബ്രഹാമിന് ദൈവത്തിൽ നിന്നുള്ള അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് മുഖാന്തരമായിട്ട് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള സഹിത്വം ഉണ്ടായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെ വിശ്വാസത്താൽ ഒരാൾ കർത്താവ് വിശ്വസിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടാകും എന്ന് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, വിശ്വാസമുള്ള ഒരു വ്യക്തി അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, വിശ്വാസമുള്ളൊരു വ്യക്തി ഈ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ പ്രത്യാശയുള്ള നിത്യമായ രാജ്യത്തിനു വേണ്ടി പൗരത്വം സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മൂന്നാമതായിട്ട് നമുക്ക് കണ്ടു, വിശ്വാസമുള്ളൊരു വ്യക്തി കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കും. മിണ്ടാതിരുന്ന് കാത്തിരിക്കുവാൻ പറഞ്ഞ കർത്താവിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നാലാമതായിട്ട് നമുക്ക് കണ്ടു, വിശ്വാസമുള്ളൊരു വ്യക്തി മറ്റുള്ളവർക്ക് വേണ്ടി ഇടനിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് കണ്ടു, വിശ്വാസമുള്ള അബ്രഹാം ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും വിശ്വാസമുള്ളൊരു. ആറാമതായിട്ട് വിശ്വാസത്താൽ നമ്മൾക്ക് അബ്രഹാം പരീക്ഷയിൽ ജയിച്ചു എന്ന് നമ്മൾ വായിച്ച ഭാഗത്തിൽ വായിക്കുവാനായിട്ടായിരിക്കും. ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുള്ളൊരു വ്യക്തി പരീക്ഷ ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും, എന്നാൽ പരീക്ഷയിൽ ജയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്ന് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാം വിശ്വാസമുള്ളതുകൊണ്ട് അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കാതിരുന്നില്ല. എന്നാൽ നാം വായിച്ച വാക്യത്തിൽ വായിക്കുന്ന പോലെ ആ പരീക്ഷകളിൽ അബ്രഹാം ജയിച്ചു. അബ്രഹാമിൻ്റെ പരീക്ഷയെക്കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ അത് എത്രയോ കാഠിന്യമേറിയ പരീക്ഷയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിന് 90 വയസ്സുള്ളപ്പോഴാണ് ഒരു മകനെ കിട്ടിയത്. ഒരു മകനെ 100 വയസ്സുള്ളപ്പോൾ ലഭിച്ച അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന എൻ്റെ ഏകജാതനായ ഇസാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്നരുളി ചെയ്തു. ഇത് വളരെ ദുഃഖകരമായ, അത് സഹിക്കാവുന്നതിനപ്പുറമായിട്ടുള്ള ഒരു പരീക്ഷയാണ് അബ്രഹാമിന് ദൈവം കൊടുത്തത്. എന്നാൽ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, ബാല്യക്കാരൻ 2 പേരെയും തൻ്റെ മിസാക്കിനെയും കൂട്ടി ഹോമയാഗത്തിനും വിറകീറിയെടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. അങ്ങനെ മകനും അബ്രഹാമും ഒന്നിച്ച് ആ മോറിയമലയിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇസഹാക്ക് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അബ്രഹാമിൻ്റെ ഹൃദയം തകർന്ന് കാണും ആ ക്വസ്റ്റ്യൻ. അബ്രഹാമൻ ചോദിക്കുകയാണ്. അവർ പോവുകയാണ്, എല്ലാ കാര്യങ്ങളും കൂടെ പോവുകയാണ്. ഇതിനു മുമ്പ് യാഗം കഴിച്ചിട്ട് കണ്ടിട്ടുള്ള ഇസഹാക്ക് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ചോദിക്കുകയാണ്, അപ്പോൾ ഇസഹാക്ക് തൻ്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീ മുറകുമുണ്ട്,
എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. അപ്പോഴും ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരീക്ഷ വന്നപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം അവനെ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അബ്രഹാം മകനെ കെട്ടി യാഗപീഠത്തിൽ കിടത്തി. പിന്നെ അബ്രഹാം കൈ നീട്ടി തൻ്റെ മകനെ അറക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാനിതെന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതന മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഇസ്ഹാക്കിന് പകരമായിട്ട് ഒരാട്ടിൻകുട്ടിയെ കിട്ടുകയും ആട്ടിൻകുട്ടിയെ യാഗം കഴിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇര എന്ന് പേരിട്ടു. യഹോവയുടെ പർവ്വതത്തിൽ അവൻ പ്രത്യക്ഷനാകും. അതെ, യഹോവയുടെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും. ആ പരീക്ഷയിൽ പൂർണ്ണമായിട്ടും ജയിക്കുന്ന അബ്രഹാമിനെ ഒട്ടും പോലും തോൽക്കുക സംശയം ഉണ്ടാകുകയോ ചെയ്യുകയല്ല ചെയ്തത്. അതുകൊണ്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെ അത്യന്തം വർദ്ധിപ്പിക്കും. വെറുതെ അല്ല കേട്ടോ സഹോദരിമാരെ, അബ്രഹാമിൻ്റെ മക്കള് ലോകം ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നതും അത്ഭുതകരമായിട്ട് നിലനിൽക്കുന്നതും വെറുതെ അല്ല കേട്ടോ. അബ്രഹാം ഇസ്രായേലിൻ്റെ പിതാവ് അബ്രഹാം വിശ്വസിച്ച, ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇസാക്കിനെ യാഗം കഴിപ്പാൻ പോലും കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അബ്രഹാമിന് പരീക്ഷയിൽ പൂർണ്ണ വിജയം നേടുവാനായിട്ട് സാധിച്ചു. വിശ്വാസമുള്ളൊരു ഒരു വ്യക്തി പരീക്ഷയിൽ തോൽക്കുന്ന വ്യക്തിയല്ല കേട്ടോ, പരീക്ഷയിൽ ജയിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മൾ അനേക പരീക്ഷകൾ വന്നപ്പോൾ നാം അനേക പ്രാവശ്യം തോറ്റുപോയിട്ടുണ്ട് സഹോദരിമാരെ. എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അനേക പ്രാവശ്യം തോറ്റുപോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് പുറകോട്ട് നോക്കിയിട്ട് നമ്മളിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടോ? നമ്മൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷയിൽ തോൽക്കുന്നവരല്ല, പരീക്ഷയിൽ ജയിക്കുന്നവരായിരിക്കും. പരീക്ഷയിൽ ജയിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും, കർത്താവ് അനുഗ്രഹിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. വരുന്ന ദിവസങ്ങളിൽ വിശ്വാസവീരനായ അബ്രഹാമിനോടൊപ്പം തന്നെ വിശ്വാസത്തിൽ കുറവില്ലാത്തവരായിട്ട് കർത്താവിനെ വിശ്വസിക്കുവാൻ, എല്ലാറ്റിലും കർത്താവിനെ വിശ്വസിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. Good morning, sisters. Matthew chapter 11, verses 28 and onwards. Come unto me, all ye that labor and are heavy laden, and I will give you rest. Take my yoke upon you, and learn of me, for I am meek and lowly in heart, and ye shall find rest unto your souls. For my yoke is easy, and my burden is light. Come unto me all. Come unto me all. These are the words that show no discrimination, no exception, that Christ wants you and wants to provide for you. There is no requirement, no payment, just simple love and care for those who feel weary and tired of all the things the world has to offer. Because at the end of it all is vanity. It still makes us feel empty. But Jesus offers rest for our souls. He willingly takes over all our burdens, everything that's weighing on our minds and hearts. We do not deserve Him, we know. Yet He loves us all the same. He wants to be the one we put our trust in, the one we lean on. And why not? He is faithful and will never forsake us. After giving up His life as a sacrifice for our own,
God should have washed his hands of us, but instead, he keeps coming back to make sure that we know we are not alone, and that he cares for us, and so has a plan and purpose for our lives. He is meek and lowly in heart, so it's easy for us humans to dismiss him and forget that this is the true and living God we're talking about. But instead, Jesus gently reminds us that he is still here, waiting for us to look over and see him, to remember him. Just as the rooster crowed the third time, and Jesus looked at Peter among the crowd, so our God is waiting for us to simply look over at him and find rest in the shadow of his wings. May we sing this song together. Jesus, Lamb of God, worthy is your name. 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 You are my strength when I am weak. You are the treasure that I seek. You are my all in all. Seeking you as a precious jewel, Lord, to give up I'd be a fool. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Taking my sin, my cross, my shame, rising again, I bless your name. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Worthy is your name. Worthy is your name. Worthy is your name. May his name alone be glorified. Amen.